എന്താണ് ഗൈസ് മാർക്കറ്റിൻ്റെ മെയിൻ ഭാഗം. നമ്മൾ മണാലിയിൽ കണ്ട പോലെ ഒക്കെ ഉള്ള സെറ്റപ്പാണ്. നമ്മൾ ആപ്രിക്കോട്ട് വാങ്ങിക്കണേ വേണ്ട. ഇവിടെ നമ്മളിങ്ങനെ ഇരുന്ന് തിന്ന് നോക്കാം. അയ്യോ നല്ല മധുരം. ഇവിടുന്ന് 2 ഐസ്ക്രീം പറഞ്ഞാണ്. വനില ഐസ്ക്രീം 50 ഉറുപ്പിയുള്ളൂ. ഈഷീൻ ഐസ്ക്രീം താങ്ക് യു. വൗ നൈസ്. കാണാനല്ല ചൊറുക്കുണ്ട്. ഹലോ അമിഗോസ് കൊമേസ്ഥാൻ. അങ്ങനെ ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ലഡാക്കിലാണ്. ലഡാക്കിൽ നമ്മൾ മാർക്കറ്റിലേക്ക് ഒന്ന് ഇറങ്ങിയതാണ് ഗൈസ്. ഇതാണ് ലഡാക്ക്. നമ്മൾ താമസിച്ചത് അവിടെയാണ്, ജോസിനേഷിൻ്റെ അടുത്ത്. നമ്മൾ വൈകുന്നേരമായി ജസ്റ്റ് ഒന്ന് മാർക്കറ്റൊക്കെ പോയിട്ടൊന്ന് വരാമെന്ന് വിചാരിച്ചു ഗൈസ്. ഇവിടുത്തെ മാർക്കറ്റൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. ആൻഡ് ഇപ്പോൾ ഭയങ്കര മഴയാണ് ഇവിടെ. ഭയങ്കര മഴയല്ല, ലഡാക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മഴയാണ്. കാരണം കോൾഡ് ഡെസേർട്ട് അല്ലേ ഇവിടെ. എപ്പോഴെങ്കിലുമൊക്കെ 2 കൊല്ലത്തിനൊക്കെയാണ് മഴ പെയ്യുക. അപ്പോൾ നമ്മൾ വന്ന ദിവസം മഴയായി. പക്ഷെ ഇപ്പോൾ പൊടിയാണ്, പക്ഷെ മഴ ചെറുതായിട്ട് തുള്ളി പാറ്റിലുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ. യെസ്, ലഡാക്കിലെ ഒരു വീടുകൾ കാണിച്ചു തരാം. ഇതൊക്കെ കുറച്ചുകൂടി റിച്ചായ ആൾക്കാർ വീടുകളായിരിക്കും. മേ ബി മിഡിൽ ക്ലാസ് ആയിരിക്കും. ഇവിടുത്തെ ഏറ്റവും പാവപ്പെട്ടൊരു വീടാണ് ഈ കാണുന്നത്. ഇങ്ങനത്തെ വേണ്ട മണ്ണ് തേച്ചാണ്ട് മൺകട്ട് കൊണ്ട് ഉണ്ടാക്കിയ വീട് വേണ്ട. ഫുൾ മണ്ണായിട്ട് ഉണ്ടാക്കിയതാണ് അവിടുത്തെ അവസ്ഥ. മഴ കൂടാൻ തുടങ്ങി. നമ്മൾ ഇറങ്ങിയ മഴ പെയ്ത് പണ്ടാരം വലിയ ഇടങ്ങാറന്നെ. മഴ ആയതുകൊണ്ട് ഇവിടെ എന്താ പറയുക, കറണ്ടൊന്നും ഇല്ല. ഒക്കെ ഇതായിരിക്കണം. അതേപോലെ ഇന്നലെ മഴ ചെയ്തിട്ട് ഇങ്ങോട്ടേക്കുള്ള ഫ്ലൈറ്റൊക്കെ ക്യാൻസലാക്കി. ചെറിയ മഴ പെയ്താൽ തന്നെ ഭയങ്കര പ്രശ്നമാണ്. ഇവിടെ ഭയങ്കര മൂടും, ഒന്നും കാണില്ല, മലയല്ലേ. മൂടിനോണ്ട് ഫ്ലൈറ്റൊക്കെ ഇറക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഫ്ലൈറ്റൊക്കെ ക്യാൻസലാക്കി ഇന്നലെ. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. അങ്ങനെ കഴിച്ച് നമ്മൾ ലഡാക്ക് സെൻറ്ററിലെത്തി. നമ്മളിവിടെ നിന്ന് പോളോ ഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. അവിടെയാണ് ലേ മാർക്കറ്റുള്ളത്. മഴ ഇങ്ങനെ ചെറുതായിട്ട് ഓടിയിട്ടുണ്ട്. ഇത് മര്യാദക്ക് പെയ്യൂല്ല, എന്നാൽ പെയ്യാതിരിക്കുക അതുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ. ഇതാണ് ഇവിടെ മൊണാസ്ട്രി ഉണ്ട്. മൊണാസ്ട്രീനെ ഓഫ് കോഴ്സ് എല്ലായിടത്തും കാണേണ്ടതാണ്. ഹിമാചൽ ലഡാക്ക് ഭാഗത്ത് എല്ലായിടത്തും ഉണ്ടാവും. എന്താ ഇവിടെ സ്തൂപം എന്ന് പറയല്. ഇത് ഇവരുടെ ഒരു ആരാധനത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സാധനമാണ് സ്തൂപ. ഗൈസ് ഇതാണ് പോളോ ഗേറ്റ്. ഇവിടെയാണ് എന്താ പറയുക, മാർക്കറ്റിലേക്ക് പോകേണ്ട എല്ലാ വണ്ടികളും പാർക്ക് ചെയ്യൽ ഇവിടെയാണ്. ബിക്കോസ് മാർക്കറ്റിലേക്ക് വണ്ടി അലൗഡ് അല്ല. അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യും, എന്നിട്ട് മാർക്കറ്റിലോട്ട് നടന്നു പോകും. വണ്ടി ഇത് ന്യൂസ് ചാനലൊക്കെ ഒന്നുമില്ല. വണ്ടി ഇവിടെ നിർത്തിടും. മാർക്കറ്റിലോട്ടുള്ള വഴി ഇതാണ്. എന്താ പറഞ്ഞത്? ഓ അങ്ങനെ ഗൈസ് മാർക്കറ്റിലോട്ടുള്ള വഴി. മാർക്കറ്റിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കിടല, നല്ല രസം, കാണാൻ ഭയങ്കര രസമുള്ളൊരു മാർക്കറ്റ് ഗൈസ്. എന്താ അവിടുത്തെ ഓരോ എന്താ പറയുക, കടകളുടെ ആ ഒരു ആർക്കിടെക്ചർ ആയാലും എല്ലാത്തിനും ഭയങ്കര രസമുണ്ട്. ഇവിടെ മുസ്ലിംസാണ് അധികം എന്ന് തോന്നുന്നു. അതെ വരും എന്താ കാര്യം, പല വഴികളുണ്ട് ഗൈസ്. ഇവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കാര്യങ്ങളൊക്കെ വിൽക്കുന്നു. നട്ട്സ് വിൽക്കുന്ന ഒരാൾ ഒരുത്ത് വലിയ മുന്തിരി ഉണക്കിയത് തിരിച്ചു വരുമ്പോൾ ഇതാ വലിയ മുന്തിരി. ഇവിടെ മൊത്തം ഇങ്ങനത്തെ ആൾക്കാരാണ്, നട്ട്സ് ഇതൊക്കെ വിൽക്കുന്ന ആൾക്കാരാണ് കുറേയൊക്കെ. എന്താ ഫുൾ ഇങ്ങനത്തെ ആപ്രിക്കോട്ട്, ആപ്പിൾ ഉണക്കിയത്, ആപ്രിക്കോട്ടല്ലേ എന്തൊക്കെയൊക്കെ സാധനങ്ങളുണ്ട് ഗൈസ്. എന്താന്ന് കറക്റ്റ് അറിയില്ല. ഇതൊക്കെ കണ്ടോ, നല്ല രസമുള്ള, കാണാൻ ഭയങ്കര രസമുള്ള ഒരു കട. അവിടെ എന്തോ റൊട്ടി എന്തോ ആണ് ഉണ്ടാക്കണത്. നമുക്ക് ഇങ്ങോട്ട് ഇങ്ങനെ നടന്നു നോക്കാം എന്തൊക്കെയൊക്കെ കാണാമെന്നുള്ളത്. വേണ്ട ഒരു ബിൽഡിങ് കാര്യങ്ങളുണ്ടോ, കാണാൻ ഭയങ്കര രസമുള്ള.
ഇതാണ് ഗൈസ് മാർക്കറ്റിൻ്റെ മെയിൻ ഭാഗം. നമ്മൾ മണാലിയിൽ കണ്ട പോലെ ഒക്കെ ഉള്ള സെറ്റപ്പാണ്. ഇവിടേക്ക് വണ്ടിയും കാര്യങ്ങളൊന്നും അലൗഡ് അല്ല. കണ്ട കട്ടൊക്കെ ഇട്ടിട്ടുള്ള മണാലി കണ്ട ഒരു സെയിം സംഭവമൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. ആളും കാര്യങ്ങളൊന്നും ഇല്ല, കുറവാണ്. നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങിയതിൻ്റെ ശേഷം ഡൽഹിയിൽ നിന്നാണ് ലാസ്റ്റ് നമ്മൾ പള്ളി ഉണ്ടത്. പിന്നെ ഇപ്പോഴാണ് നമ്മൾ ഒരു പള്ളി കാണുന്നത് ലഡാക്കിൽ. അതുവരെ ഒരു പള്ളിയില്ലേ. എന്താ നല്ല അടിപൊളിയായിട്ടുള്ള സ്ട്രീറ്റാണ്, നല്ല കിടിലൻ സ്ട്രീറ്റ്. ഗൈസ് ഇവിടെ ഒരു ബോർഡുണ്ടോ, 50 രൂപയ്ക്ക് ആപ്രിക്കോട്ടിൻ്റെ ജ്യൂസാവും. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. നോക്കി നോക്കാം. ആപ്രിക്കോട്ട് ജ്യൂസ്. മുപ്പര് കുറച്ച് അംഗവൈകല്യമുള്ള ഒരാളാണ് തോന്നുന്നു. ഗൈസ് ഇതാണ് മുപ്പര് ഇൻസ്റ്റാഗ്രാം ID, യൂട്യൂബ് ചാനലുണ്ട്. आपका यूट्यूब चैनल नेम क्या है? ഓക്കെ യൂട്യൂബ് ചാനൽ നേരം സെയിം ആണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ജ്യൂസ് കിട്ടി കുടിച്ചു വെക്കാം. അയ്യോ പോയി, ചെറുങ്ങനെ പോയി. പുളിയാണ്. പുളിയാ പപ്പേ രസമുണ്ട്. ആപ്രിക്കോട്ടിൻ്റെ പക്ക ജ്യൂസ്. आपका नाम क्या है? Hello, my name is Rafael. ആളെന്താ പറഞ്ഞാല് വികലാംഗനാണ്. കൈക്കും കാലത്തിന് സ്വാധീനമില്ല കേട്ടോ. അതൊക്കെ ഒഴിക്കുമ്പോൾ തന്നെ കയ്യിൽ നിന്നൊക്കെ തുളുമ്പി പോകുന്നൊക്കെ ഉണ്ട്. അതിനേക്കാൾ തുളുമ്പിയല്ല എൻ്റെ കയ്യിൽ നിറച്ച് വെച്ച് ഞാൻ. വേറെ കുറേ കാര്യങ്ങളുണ്ട്, സാധനങ്ങളുണ്ട്. ഇതൊക്കെ പൗഡറും ഇതൊക്കെയാണ്. വലിയൊരു ഗുമ്മില്ല. ആക്ച്വലി പുളി ആയതുകൊണ്ടാണ്. ആപ്രിക്കോട്ടിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. ആപ്രിക്കോട്ട് ടേസ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. അതായത് ജ്യൂസ് ഉണ്ടാക്കിയ ആൾ കുഴപ്പമൊന്നുമില്ല. ഗൈസ് ലഡാക്കിലെ മറ്റൊരു മസ്ജിദാണിത്, ജുമാ മസ്ജിദ്. മെയിൻ മസ്ജിദാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട്, മരം കൊണ്ടും ഇതൊക്കെ ഉണ്ടാക്കിയത്. എന്താ ഇതാണ് ഇവിടുത്തെ എന്താ പറയുക സ്ട്രീറ്റിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാളോ വ്യൂ. ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഉണ്ട് സ്ട്രീറ്റ്. ആപ്രിക്കോട്ടിനെ കുടിച്ചിട്ട് പള്ളക്ക് എന്തൊരു സുഖം കിട്ടില്ല, പുളി ആയതുകൊണ്ട്. ഗൈസ് ഇതുണ്ട ഇവിടുത്തെ ബുദ്ധിസ്റ്റുകാരെ ഉള്ള പെയിൻറ്റിങ്സാണ്, ബുദ്ധിസ്റ്റ് പെയിൻറ്റിങ്സ്. ഇതുണ്ട് ഇതിമേലൊക്കെ ഓരോ മന്ത്രങ്ങളാണ് തോന്നുന്നത് എഴുതിയിട്ടുണ്ട്. ഇതൊരു എയ്ത്താണ്, ഈ ചുറ്റും എയ്ത്താണ്. ഉള്ളിൽ മൂപ്പര് വരക്കണുണ്ട്. എന്താ അവിടെ വരക്കണം. മൂപ്പര് തന്നെ വരച്ചിട്ട് വരച്ച സാധനം ഇവിടെ എന്താ പറയുക ഡിസ്പ്ലേ ചെയ്യാണ്. എല്ലാത്തൊരു കൈവന്നല്ല. ഇതണ്ട അത്രയും അത്രക്ക് ഡീറ്റെയിൽ ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. മൈന്യൂട്ട് ഡീറ്റെയിൽ പോലും എന്താ പറയുക വിടാതെ അങ്ങനെയാണ് വരച്ചിരിക്കണത്. ഇത് രസമുണ്ട് കാണാൻ. ഓക്കെ ടിബറ്റൻ ആൾക്കാർ, ബുദ്ധിസ്റ്റ് ആൾക്കാർ കുറേ ഇതാണ് കപ്പും സോസറും ഇവർ ഉപയോഗിക്കുന്നതാണ് അധികം. നല്ല രസമുണ്ടല്ലേ കാണാനൊക്കെ. എന്താ ഫുൾ കളർഫുൾ സാധനങ്ങൾ. അതുപോലെ ബുദ്ധിസ്റ്റിൻ്റെ കുറേ സാധനങ്ങളുണ്ട്. മറ്റേ മെഡിറ്റേഷൻ ബൗൾ നമുക്ക് ആക്കി വെക്കാം. ഇങ്ങനെ ആക്കിയൊരു സൗണ്ട് വരും. അതിൻ്റെ ചുറ്റും ഇങ്ങനെ ആക്കണം, ഉള്ളിലല്ല ചുറ്റും വെക്കുമ്പോൾ ഒരു സൗണ്ട് വരും. അതേപോലെ ചാർലി ടൈപ്പ് ഡ്രസ്സ്, എന്താ പലവിധ സാധനങ്ങളുണ്ട്. ഇതെന്താ കല്ല് വെക്കാൻ വെച്ചിരിക്കുക, സിൻറ്റി ഫോർ ഹീലിംഗ് ആൻഡ് ഫങ്ഷനിങ് ക്രിസ്റ്റൽസ്. പല ടൈപ്പ് ഓഫ് കല്ല് ഇങ്ങനത്തെ കല്ലുകൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ അവിടെ വെക്കാൻ വെച്ചിട്ടുണ്ട്. കണ്ട ആന, ഹേർട്ടിൻ്റെ ഷേപ്പ്, അതുപോലെ അങ്ങനത്തെ വേറെ വേറെ സാധനങ്ങളൊക്കെ ഇങ്ങനത്തെ കല്ല് ഉപയോഗിച്ച് കണ്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ഈ മാല ഉണ്ടല്ലോ, ചിലത് എല്ലോ കൊണ്ട് ഉണ്ടാക്കിയ മാല വരെ ഉണ്ട്. ഇത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ കണ്ടു കാണുന്ന ഒരു സ്ഥലത്ത് ഇത് എല്ലോ കൊണ്ട് ഉണ്ടാക്കിയ മാലകളൊക്കെ ഉണ്ട്. ഇവിടെ എന്താ എന്തോ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിക്കണം. എന്താ മേടിച്ചത്? സമൂസ. അപ്പോൾ അതാണ് വില ഇങ്ങനെ നോക്കുകയാണ് എത്ര ഉണ്ട് എന്നൊക്കെ. ഇങ്ങോട്ട് പോരി, അവിടെ ഭയങ്കര വിലയാണ്. ഇങ്ങോട്ട് പോരി. പോത്തേ ഇത് തിന്നാൻ കിട്ടും വെച്ചിട്ടൊക്കെ നിൽക്കണം അവിടെ. ഇനി ഓർഡർ കൊടുത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കണമെന്നല്ല സാധനത്തിന്. അപ്പോൾ ഇതിനുള്ള ഫുൾ
ട്രഡീഷണൽ സാധനങ്ങൾ, ബുദ്ധിസ്റ്റിൻ്റെ കുറേ സാധനങ്ങളുണ്ട് ഗൈസ്. എന്താ സുവനിയർ, ബുദ്ധിസ്റ്റിൻ്റെ കുറേ സാധനങ്ങൾ, രണ്ടായി ബൈക്കണ്ട, അങ്ങനത്തെ പല ടൈപ്പ് ഓഫ് സാധനങ്ങളുണ്ട് ഗൈസ്. യെസ്, പോവാം. നമുക്ക് വാങ്ങണമെന്നില്ല, കണ്ടാൽ മതി. ഇതാണ്ട ഈ ഏരിയ മൊത്തം വെജിറ്റബിൾ സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലമാണ്. ആ നല്ല രസമുണ്ട്, ഇത് കാണാൻ തന്നെ ഒരു രസമുണ്ട്. വേണ്ട ഏരിയ മൊത്തം വെജിറ്റബിൾ വിൽക്കുന്നതാണ്. ഇവിടെ സാധനങ്ങളാണ്, ആപ്രിക്കോട്ട് ഉണ്ട്, പിന്നെ ബ്രോക്കോളി ഉണ്ട്. ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നതാണ്. ഇതൊക്കെ ലഡാക്കിലെ മെയിൻ സാധനങ്ങൾ, കൃഷി ചെയ്യുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. എത്ര പറഞ്ഞേ? 200-250 ഗ്രാമിന് 100 ഇവിടെ നല്ല വില ഉണ്ട് കേസ് ആപ്രിക്കോട്ടിനൊക്കെ. നമ്മൾ മണാലി നമ്മൾ പറിച്ച് തിന്നതാണ് ആപ്രിക്കോട്ടൊക്കെ, ആപ്രിക്കോട്ട് പ്ലംസൊക്കെ. ഇവിടെ നല്ല വിലയാണ്. എന്താ ഫ്രഷ് സാധനം അല്ലേ അക്ക? അതാണ് എപ്പോഴും അങ്ങനെ ആയിരിക്കും. ഇവരെന്നെ വീട്ടിൽ വളർത്തിണ്ടാക്കിയിട്ട് ഇവരെന്നെ വിൽക്കണം. അങ്ങനത്തെ എന്തോ സെറ്റപ്പാണ് ഇവിടെ. ലഡാക്കി കൾച്ചർ എന്താ എല്ലാം ഫുള്ള് ഈ സ്ഥലം ഏരിയ മൊത്തം ഇങ്ങനത്തെ വെജിറ്റബിൾ ഷോപ്പാണ് ഗൈസ്. നമ്മളങ്ങനെ ഒരു ആപ്രിക്കോട്ട് വാങ്ങാണ്. 50 ആപ്രിക്കോട്ട്. 4 ടൈപ്പ് ഓഫ് ആപ്രിക്കോട്ട് ഉണ്ട്. കാണാൻ ഇത് തോന്നുന്നു ടേസ്റ്റുള്ളതായിരിക്കും മേ ബി. നോക്കാം 50 റുപ്യക്ക് എത്ര കിട്ടുന്നാവോ? 250 ഗ്രാം. 250 ഗ്രാം കിട്ടും. ഇവിടെ ആപ്രിക്കോട്ട് മാത്രമേ വെക്കണുള്ളൂ. അങ്ങനെ കേസ് നമ്മൾ ആപ്രിക്കോട്ട് വാങ്ങിക്കണേ. വേണ്ട ഇവിടെ നമ്മളിങ്ങനെ ഇരുന്ന് തിന്നോക്കാം. അയ്യോ നല്ല മധുരം, നല്ല കിടിലൻ ആപ്രിക്കോട്ട്. ഇതിന് ടെക്സ്ചർ എന്തോ പോലെയാണ് അല്ലേ? ഇതിൻ്റെ ടെക്സ്ചർ എന്തോ പോലെയാണ്. ഇതിനുള്ളിൽ ബദാമുമായിരിക്കും കുരുണ്ടാവും. അത് പൊട്ടിച്ച് നാണ്ടും. ഈ സാധനത്തിനുള്ളിൽ ഒരു കുരുണ്ടാവും, അത് നമുക്ക് തിന്നാം. നട്ട്സൊക്കെ പോലെ. ഈ സാധനത്തിൻ്റെ ടെക്സ്ചർ എങ്ങനെ അറിയാം? പുറം തൊടുമ്പോൾ കുമ്പളങ്ങമ്മ തൊടൂല, ഒരു മുള്ളല്ല, ഒരു സാധനം ഉണ്ടാവുമല്ലോ ഇങ്ങനെ. കുമ്പളങ്ങ തൊട്ടിരുന്നു, ഞാൻ പോയി തിന്നു കഴിച്ചു. ആ സാധനം പോലെ എത്ര നിന്ന് അരിപ്പോടൊക്കെ 4-8 നിന്ന് ഞാൻ 4 മത്സരമാണ്, തീറ്റ മത്സരം. ഇത് കിട്ടുന്ന സാധനം കേട്ടാ ഗൈസ്. നമ്മൾ ഇവിടുന്ന് 2 ഐസ്ക്രീം പറഞ്ഞാണ്. വനില ഐസ്ക്രീം 50 റുപ്യുള്ളൂ. മെഷീൻ ഐസ്ക്രീം, താങ്ക് യു. വൗ നൈസ്, കാണാനല്ല ചൊറുക്കുണ്ട്. കഴിച്ചു വെക്കാം, എന്ത് പാടിയെന്ന് അറിയില്ല. ലഡാക്കിലെ ചൂടത്തിരുന്ന് ഐസ്ക്രീം കഴിക്കുന്ന ടേസ്റ്റ് ഉണ്ട്. ചൂടൊന്നല്ല, തണുപ്പുണ്ട്. ഞാൻ പറഞ്ഞു ചൂടത്തിരുന്നത് ഐസ്ക്രീം കഴിക്കുന്ന തണുപ്പത്തെ ഐസ്ക്രീം അത് വേറെ തന്നെ നേക്കാം. തണുപ്പത്ത് ഐസ്ക്രീം ചൂടത്ത് ചായ കുടിച്ചാൽ അതൊക്കെ വേറെ തന്നെ ഒരു രസമാണ്. വേണ്ടേ? ലഡാക്കിലിതാ മൈവില്, ലഡാക്കിലിതാ മൈവില്. എൻ്റെ ആണേ, നമ്മളങ്ങനെ ലഡാക്കിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നടക്കുകയാണ്. ലഡാക്കിലെ ബസ്, പബ്ലിക് ബസ്. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം, ഒരു വെറുതെ ഇങ്ങനെ കാണാൻ. ഓ ഇവിടെ എല്ലാം കിടിലൻ ഇതൊക്കെ ഉണ്ട്, ത്രിഫ്റ്റഡ് സാധനങ്ങൾ. നമ്മൾ നിൽക്കുന്നു ലേഗേറ്റിന് മുന്നിൽ. ഓ ഗൈസ്, കൈത കുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ ലഗേറ്റിന് മുന്നിലാണ്. ലഗേറ്റിന് മുന്നിൽ നടുവിൽ നിൽക്കുകയാണ് ഫോട്ടോ എടുക്കാൻ. ഇതുണ്ട ഇവിടെ മറ്റേ ഇതാണ് പോലീസ്, ആ സിഗ്നലാണ് കേട്ടോ, മറ്റേ മാൻ സിഗ്നൽ. തിരിച്ചു വരുമ്പോൾ അവിടെ ഇവിടെ ലേഡി പോലീസ് നിൽക്കണത്. ഓ അത് എല്ലാ വണ്ടിക്കും പിടിച്ച് ലോക്ക് ഇടുന്നുണ്ട്. നോ പാർക്കിങ്ങിൽ നിർത്തിയ എന്താ പറയുക, വണ്ടിയൊക്കെ മൊത്തം ലോക്ക് ഇടണേ.
ടയറിനെ കണ്ട ആകെ വിഷമത്തിലാക്ക. കൈതൊക്കെ എന്തായാലും കുഴപ്പം. കൈത നല്ലൊരു ഇതാണ്, പാവാണ്. കൈതാന്ന് വിളിച്ചും ചെയ്യും. ഇങ്ങോട്ട് കണ്ട സാധനങ്ങളെ മൊത്തം അതിൻ്റെ പുറത്ത് കയറ്റി അതിനെ കൊണ്ടുപോയി ഇറക്കി മാല കയറ്റി ഇറക്കി അങ്ങനെ അതിനെ കൊണ്ടുപോയി ചെയ്യും. ഇങ്ങോട്ട് കൈതാന്ന പേരും കൈതാറിനൊരു കളിയാക്കിയാണ്ട് ഒരു വിളിപ്പേരും. എന്ത് സൊസൈറ്റിയാണല്ലേ അത്. എന്താ ഈ സംഭവം നമ്മൾ മറ്റേ കാസയിൽ കീമോണസ്ട്രി കണ്ട കാസൽ കീമോണസ്ട്രി ആ ഭാഗം ഇങ്ങനെയായിരുന്നു. ഈ ഒരു ടൈപ്പ് ഓഫ് രീതിയിലായിരുന്നു. മലൻ്റെ മുകളിൽ ഇങ്ങനെ കുറേ ചെറിയ ചെറിയ പേരാൾ അതേപോലെ ഉണ്ട് ഇവിടെയും. യെസ്, നമുക്ക് അടി വരെ ഒന്ന് പോയാൽ കുറേ നേരം ഇങ്ങനെ നടക്കണം. ഒരു ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ് നമ്മളിന്ന്. ഗൈസ്, ഇതാണ് ലേലെ ബസ് സ്റ്റാൻഡ്. JKRTC ജമ്മു ആൻഡ് കാശ്മീറിൻ്റെ RTC ഇവിടെയാണുള്ളത്. യെസ്, നല്ല കിടിലം ബസ്സൊക്കെ ആണ് കേട്ടോ. പക്ഷേ മെയിൻ്റെനൻസ് ഇല്ല. പിന്നെ ഇവിടുത്തെ റോഡും അങ്ങനത്തെ റോഡാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഗൈസ്, ഇവിടുത്തെ ബസ് സമയമാണ്. നമുക്ക് എവിടേക്കാണ് പോവാം? ഹാനിലേക്ക് ഇതാ എന്താ പറയുക, വെനസ്ഡേ സാറ്റർഡേയും 8 മണിക്കാണ് ബസ് എടുക്കുക. 633 പെട്ടെന്ന് വന്നാൽ കയറി പോവാം. മണാലിക്ക് ഉണ്ട് 450 കിലോമീറ്റർ. മണാലിക്ക് 950. ഇവിടുന്ന് 450 കിലോമീറ്ററിന് 950 റുപ്യ. ആൾട്ടർനേറ്റ് പറയുമ്പോൾ എങ്ങനെ അറിയില്ല. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ബസ് സമയങ്ങൾ. കാരു ഒക്കെ ഉണ്ട് ഗൈസ്. ആണെങ്കിൽ ഫോട്ടോ എടുത്തോളി, ആവശ്യം വരും. വരുമ്പോൾ ഉപയോഗിക്കാം. പക്ഷേ സത്യം ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ബസ് സമയമൊക്കെ പറഞ്ഞാൽ സുഖമാണ് യാത്ര ചെയ്യാൻ. ഗൈസ്, ഇവിടുത്തെ വ്യൂ ഉണ്ടോ? അവിടെ ഉണ്ട് അല്ല മല. ഐർസാക്കാൻ അമ്മച്ചിനെ കടത്തിക്കണു. മൂപ്പര് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ആണല്ലോ എപ്പോഴും ചായ മുട്ടി തിന്നില്ലെന്ന്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ തിന്നാം. അമ്മച്ചി ഇതാകണു, ബ്രെഡ് ചുടണതാ. സ്ഥലമല്ല അമ്മച്ചിൻ്റെ അടിയിൽ പൂരാ തിരക്ക്. ഹേ അമ്മച്ചി മേ ദുക്കാൻ ഹേ പൂരാ തിരക്ക്. എങ്ങനെ ഗൈസ്, നമ്മളൊരു പഞ്ചാബി ദാബി കയറിയിട്ട് ചോള സമൂസ വാങ്ങി ഗൈസ്. എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല, തിന്നോക്കണം. കഴിച്ചു വെക്കാം ഗൈസ്. ചോള സമൂസയിൽ കടല ഇതൊക്കെ ഇട്ടിട്ട് സാധനം. രസമുണ്ടോ? കപ്പയാ. തൈരൊക്കെ ഒഴിച്ചിട്ട്, തൈര് ഉള്ളി മിൻചട്ടിനൊക്കെ വെച്ചിട്ട് അടിപൊളി സാധനം. കഴിക്കട്ടെ. ഇനി വരെ ഞാൻ ആ സാധനം മധുരത്തിന്റെ സാധനം 10 ഞാൻ തിന്നാല് എനിക്ക് 500 രൂപ തരാന്ന് പറഞ്ഞു. ഇതിനാര് മതി? ഇത് ഞാൻ 10 നിന്നാ 500 രൂപ എന്ന് പറഞ്ഞു. ചോള സമൂസ ഇന്ന് ഞാൻ മറ്റും പറഞ്ഞിട്ട് ഇപ്പൊ രണ്ടു കട്ട് ചെയ്തു. 2 സമസമായി വെട്ടിപ്പോയി. സാധനമല്ലേ കിടില സാധനം കേട്ടോ. 10 കിട്ടിയ ഞാൻ ഒന്നും, ഞാൻ അത്രയും നേക്കുണ്ട്. ചോള സമൂസ ട്രൈ ചെയ്ത് നോക്കി ഗൈസ്. ഒന്നും കൂടിയും പറഞ്ഞു, നല്ല കിടിലൻ സാധനം. നമ്മൾ ഒന്നും കൂടിയും പറഞ്ഞു.